الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടെന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന് മോചനത്തിന്റെയും രക്ഷയുടെയും മാർഗമായി നൽകിയതാണ് വിശുദ്ധ ഖുർആൻ. നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തിനു മുമ്പിൽ പ്രകാശിച്ചു നിൽക്കുന്ന അതുല്യതയില്ലാത്ത ഒരു വിജ്ഞാന കോശമാണ്, ജീവിത ധരണിയാണ് അല്ലാഹുവിന്റെ കലാം. വായിക്കും തോറും പഠിക്കും തോറും അത്ഭുതമുണ്ടാകുക ഒരുപാട് വിജ്ഞാനങ്ങൾ പഠിക്കെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അമൂല്യമായ നിധികളടങ്ങിയ ഒരു അതുല്യമായ സമ്മാനമാണ്, സമ്പത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് തന്നെ ലോകത്ത് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നിടത്തോളം അതിലേക്ക് ആളുകൾ അതിൽ നിന്ന് പോവുകയില്ല, മറിച്ച് അതിലേക്ക് ബുദ്ധിയുള്ളവർ, ചിന്താശേഷിയുള്ളവർ അതിലേക്ക് കടന്നു വരികയാണ്, അതിനെ ഇഷ്ടപ്പെടുകയാണ്. കാരണം മാനവികതയ്ക്ക്, മനുഷ്യത്വത്തിന്, കാരുണ്യത്തിന്, സമാധാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ദർശനം അതിനോളം മറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്.
പക കൊണ്ടും അസൂയ കൊണ്ടും ഇസ്ലാമിനെ എതിർക്കുക എന്നതല്ലാതെ ധൈഷണികമായി താത്വികമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആൻ സംവദിക്കുന്നത് മനുഷ്യരുടെ ബുദ്ധിയോടാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചോളണം, ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന രീതി അള്ളാഹുവിന്റെ കലാമിനില്ല. ഓരോ കാര്യം പറയുമ്പോഴും മനുഷ്യന്റെ ബുദ്ധിയോട് അള്ളാഹു സംവദിക്കുകയാണ്. കഥകളും ഉദാഹരണങ്ങളും ഉപമകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉപമകൾ കാണാൻ കഴിയും, ഉദാഹരണങ്ങൾ. കേവലം ഒരു ഉദാഹരണമായിട്ട് കഥ പറച്ചിലായിട്ടല്ല ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന അന്ത്യനാള് വരെയുള്ള മനുഷ്യർക്കും അത് പ്രയോജനപ്രദമായ ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ അത് ഫുള്ളായിട്ട് ഉൾക്കൊള്ളണം, മനസ്സിലാകണം, അംഗീകരിക്കണം എന്നില്ല. ഇനി വേറൊരു തലമുറയാണെങ്കിൽ, വേറൊരു നാട്ടിലാണെങ്കിൽ അത് തീരെ ഉപയോഗപ്പെടണമെന്നില്ല. പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ പറയും തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലെന്ന് പറയും. പക്ഷെ ഖുർആൻ 14 നൂറ്റാണ്ടായി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും അതിന് പുതിയ പുതിയ അറിവുകൾ, കാലത്തിനും ആവശ്യത്തിനും അനുസരിച്ചിട്ടുള്ള പ്രകാശം, വിജ്ഞാനം ആ ഉദാഹരണങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ്. അതാണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നു സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون وتلك الأمثال نضربها. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ഗൗരവത്തെ, പ്രാധാന്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അത് കഠിനമായ പാറക്കല്ലുകളുള്ള ഒരു മലയിലേക്കാണ് ഇറക്കുന്നതെങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയത്താൽ, ഉത്തരവാദിത്വ ബോധത്താൽ ആ മല പൊടിഞ്ഞു പോകുമായിരുന്നു എന്നുള്ള പറയുന്നു. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ ഉദാഹരിക്കുന്നത് ലിന്നാസി, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ലഅല്ലഹും യതഫക്കറൂൻ, അതിൽ നിന്ന് ചിന്തിക്കുന്നതിന്റെ പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്, മനുഷ്യർ ഗാഢമായി ആലോചിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഉപമകൾ വിരിച്ചു കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ കുറിച്ച്, ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ വാക്യത്തെ കുറിച്ച് പറഞ്ഞു. കമസലി കശജറത്തിൻ നസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുഅ്മിനിന്റെ ആദർശത്തെ കുറിച്ച് ഉദാഹരിച്ചു. കശജറത്തിൻ ത്വയ്യിബ, ആ ആദർശം, ഒരു മുസ്ലിമിന്റെ സ്വഭാവം, വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു നല്ല മരം പോലെയാണ്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അസ്ലുഹാ സാബിതുൻ, അതിന്റെ കാണ്ഡം അഥവാ ആണിവേര് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. ഒരു ഉരുൾപൊട്ടലിനും ഒരു കൊടുങ്കാറ്റിനും തകർത്തെറിയാൻ കഴിയാത്ത മൂടുവച്ച ആണിവേരുള്ള ശക്തമായ താഴ്ത്തതയുള്ള മരമാണ് ആ മരം. അതിന്റെ ശിഖരങ്ങള് ആകാശത്തിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് എന്നുള്ള പറയുന്നു. ആ മരത്തിന്റെ പ്രത്യേകത അഥവാ കലിമത്ത് തൗഹീദ് കൊണ്ട ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പഠിപ്പിക്കുന്നു. സന്തോഷമെന്നോ സങ്കടമെന്നോ ദുഃഖമെന്നോ ദാരിദ്ര്യമെന്നോ സമ്പന്നമെന്നോ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആ മുഅ്മിനിനെ ഒരു ആവശ്യമായി സമീപിച്ചു കഴിഞ്ഞാൽ അതവർ നിർവർത്തിച്ചു കൊടുക്കുന്നവരാണ്. നല്ല മരത്തിലേക്ക് കല്ലെറിഞ്ഞാൽ
പഴങ്ങൾ തിരിച്ചറിയുന്നത് പോലെ ഒരു മുഅ്മിനിനെ ആര് ഉപദ്രവിച്ചാലും നന്മ കൊണ്ട് അവൻ പകരം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു മരം പോലെയാണെന്ന് വളരെ സുന്ദരമായ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നു. നമ്മൾ അങ്ങനെയാണോ? അങ്ങനെ ആവണം മുഅ്മിനാണ്. ഞാനും നിങ്ങളും അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. അല്ലാഹു പറഞ്ഞ പോലെയാണോ ഞങ്ങളുള്ളത് എന്നുള്ള പറയുകയാണ്. നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരിച്ചു കൊടുക്കുന്നതാണ്. അവർ ചിന്തിക്കുന്നെങ്കിൽ, അവർ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ ഉപമകൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത്. എന്നാൽ അവ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അറിവുള്ളവർക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ തയ്യാറായ ആളുകള്, അത് മനസ്സിലാക്കി അറിവ് ആർജിക്കാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഫലമുള്ളൂ. അള്ളാഹ് പറയുന്നു സൂറത്ത് അൻകബൂത്ത് അല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊക്കെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. എന്നാൽ വിവരമുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. വിവരമുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കുന്ന അത്യന്തം ശക്തമായ ഒരു അധ്യാപന സ്ട്രാറ്റജിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്ന ഉദാഹരണങ്ങൾ. അത് ഖുർആനിലും ഹദീസിലും ധാരാളമായി വന്നിട്ടുണ്ട്. സങ്കീർണമായ ആശയങ്ങളെ മനുഷ്യന് ഉൾക്കൊള്ളാൻ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഖുർആനിലുള്ളത്. സത്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്താനും അതുപോലെ ഉപമകൾ വലിയ സഹായമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഖുർആനിലെയും സുന്നത്തിലെയും ഉപമകളെ കുറിച്ച് അള്ളാഹു പറയുന്ന ഈ ഉദാഹരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരെ ഈ വിശുദ്ധ ഖുർആനിന്റെ ഉപമകള് കേൾക്കുമ്പോൾ ഉള്ള സമീപനത്തിൽ മനുഷ്യരെ 3 തരക്കാരായിട്ട്, 3 അല്ലെങ്കിൽ 5 തരക്കാരായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഒന്ന് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുഖം തിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുഖം തിരിക്കും എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനേ അവർ തയ്യാറാവില്ല, അല്ലെ? അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചാൽ അവർ അഹങ്കാരത്തോടെ തിരിഞ്ഞു പോകുന്നവരാണ്. അവരത് കേട്ടിട്ടേ ഇല്ല എന്ന രൂപത്തിൽ തിരിഞ്ഞു പോകുന്നവരാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം കേൾക്കുമെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളാണ്. കേൾക്കും, പ്രസംഗങ്ങളും ഖുതുബകളും പഴുതുകളൊക്കെ കേൾക്കും, പക്ഷെ അത് അവരനുസരിക്കൂല, അതൊന്നും ഞങ്ങൾക്കുള്ളതല്ല എന്ന ചിന്ത ഉള്ള ആളുകളാണ്. മൂന്നാമതായിട്ടുള്ള ചില ആളുകള് അവര് പ്രവർത്തിക്കും, പക്ഷെ പെട്ടെന്ന് വിട്ടുകളി, സ്ഥിരത ഉണ്ടാവൂല. അത് കേൾക്കും, കുറച്ചു പേരൊക്കെ ഉണ്ടാവും. ഭയങ്കര റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ ഫുള്ളായിരിക്കും. റമദാൻ കഴിഞ്ഞ പിന്നെ അതോടൊക്കെ അല്ലെ. അതുപോലെ തന്നെ വീട്ടിൽ വല്ല മരണവും കാര്യങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാകുമ്പോൾ, ഉത്ബോധനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സീസൺ അനുസരിച്ചുകൊണ്ട് അത് കുറച്ച് പ്രവർത്തിക്കും, പക്ഷെ സ്ഥിരതയില്ലാത്തൊരു അവസ്ഥ അവർക്ക് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുഖം തിരിക്കുന്നവരുടെ ഉപമയെ കുറിച്ച് അള്ളാഹു വളരെ അധികം മോശമായ രൂപത്തിലാണ്, വളരെ മോശമായ ഉദാഹരണമാണ് അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്. നോക്കൂ, അള്ളാഹ് പറയുകയാണ് സൂറത്ത് മുദ്ദസ്സിർ, എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് എന്താണ് അവർ പുറംതിരിഞ്ഞു പോകുന്നത്? കഴുതകൾ, കാട്ടുകഴുതകൾ പേടിച്ചോടുന്നത് പോലെ, സിംഹമോ അല്ലെങ്കിൽ ക്രൂരമായ മൃഗങ്ങളോ വന്നാൽ അതിന്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് കാട്ടുകഴുതകൾ പേടിച്ച് ചിതറിയോടുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേട്ടാൽ അതിന്റെ അവസരങ്ങളിലെല്ലാം തന്നെ അതിൽ നിന്ന് വിരണ്ടോടുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ ശരീഅത്തിനെയും തള്ളിക്കളയുന്നവർ, റസൂലിന്റെ സന്ദേശത്തെ നിഷേധിക്കുന്നവര്,
പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും വെറുക്കുന്നവർ, മതവിജ്ഞാന സദസ്സുകളിൽ നിന്ന് ഓടിയൊളിക്കുന്ന ആളുകൾ, ഖുർആനും സുന്നത്തും കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്തവർ, ഇവരുടെ അവസ്ഥ അല്ലാഹ് പറയുന്നു, അവർ വിരണ്ടോടുന്ന കഴുതകളെ പോലെയാണെന്നോ. അതെ, അങ്ങനെ ആവുന്നുണ്ടോ? നമ്മളും നമ്മുടെ മക്കൾ അങ്ങനെ ആവുന്നുണ്ടോ? ഒരു പുതിയ തലമുറയുടെ അവസ്ഥ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്നത്തെ കുട്ടികളോട് അവർക്ക് ഫുട്ബോൾ വേണമെങ്കിൽ എത്ര നേരം കാണും, അല്ലെ? രാത്രിയിൽ 2 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റുകൊണ്ടും അവരെ ലോകകപ്പ് കാണും. പക്ഷേ ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ അവരെ കിട്ടൂല. അതുപോലെ സുബ്ഹിക്ക് ശേഷം ഒരു ഖുർആൻ ക്ലാസ്, ഒരു പഠന ക്ലാസ് ഉണ്ടെങ്കിൽ പള്ളിയിൽ അതിൽ 5 മിനിറ്റ് ഇരിക്കാൻ അവർക്ക് കഴിയില്ല. വീട്ടിൽ ദീനിയായ വല്ല സംസാരം ആരംഭിച്ചാൽ ഉടനെ എഴുന്നേറ്റ് പോകും. പലരുടെയും പരാതി ഇതാണ്, കുട്ടികളോട് എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ അപ്പൊ അവരുടെ സ്കൂട്ടാവും, ഇരിക്കണേ ഇല്ല, കേൾക്കണേ ഇല്ല, അല്ലെ? അപ്പോ അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് ചെറുപ്പം മുതൽ തന്നെ, അവരുടെ ബാല്യം മുതൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 7 വയസ്സ് മുതൽ തന്നെ കുട്ടികളോട് ദീന് പറയണം, ഇസ്ലാമികമായ കൾച്ചറെ പഠിപ്പിക്കണം എന്ന് നമ്മൾ പാലിച്ചില്ല. അപ്പൊ അവര് ഇരുന്ന് തരും. ആ ഇരുന്ന് തരേണ്ട സമയത്ത് നമ്മൾ ഇരുത്തിയില്ല. അതുകൊണ്ട് വലുതായപ്പോ അവർ ഇരിക്കത്തില്ല. പിന്നെ നമ്മളതൊരു മാതൃകയല്ല. കുട്ടികളോട് പറയുന്ന ഉമ്മയും വാപ്പയും അതിന് മോഡലാവണ്ടേ? അതുമല്ല. അപ്പൊ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശാപത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹ് ചോദിക്കുകയാണ്, എന്താണ് അവർക്ക് പറ്റിയത്? നമ്മുടെ ദീനിൽ നിന്ന്, നമ്മുടെ ദിക്റിൽ നിന്ന് അവർ ഓടിയൊളിക്കുന്ന എന്താണ്? വരണ്ടു പോകുന്നത് എന്താണ്? വളരെ ശക്തമായൊരു ചോദ്യമാണ്. നോക്കൂ, ഇത്തരക്കാർക്ക് ഒരു ആലിമിനെയോ അല്ലെങ്കിൽ ഒരു പ്രഭാഷകനെയോ അല്ലെങ്കിൽ ഒരു വിജ്ഞാനമായ സദസ്സിനെയോ കണ്ടാൽ അവർ അതിനോട് തീരെ താല്പര്യമില്ലാതെ അവിടെ നിന്ന് മെല്ലെ മുങ്ങുന്ന, മെല്ലെ അതിൽ നിന്ന് ഓടിയൊളിക്കുന്ന ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഉദാഹരണം വളരെ അധികം യുക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, അവരിൽ ഭൂരിഭാഗവും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല എന്ന് റബ്ബ് തആല സർട്ടിഫൈ ചെയ്ത് പറയാം. അതായത് ഖുർആൻ കേൾക്കാൻ തയ്യാറാകാത്ത ആളുകൾ, വിജ്ഞാനമായ സദസ്സുകളിൽ ഇരിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് മനസ്സിലേക്ക് ഒന്നും കേറൂല, അവർ ചിന്തിക്കില്ല. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അത് പറയും നമ്മളോട്, അവർ ഭൂരിഭാഗം ആളുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ നബിയേ? അല്ലാഹു ചോദിക്കുക, അവർ ചിന്തിക്കൊന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല അതിനേക്കാൾ വഴിപിഴച്ചു പോയ ആളുകളാണ്. അപ്പോൾ ഒരു മുസ്ലിമിന്റെ സ്വഭാവം, ദീന് കേൾക്കാനുള്ള അവസരം കിട്ടിയാൽ ആവേശത്തോടെ ഇഷ്ടത്തോടുകൂടി അതിന് പോകണം. മനസ്സിലായോ? സ്വഹാബത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അവർ കിട്ടിയത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോകുമ്പോ തന്റെ ആ അസാന്നിധ്യം ഒരിക്കലും തനിക്ക് ഇൽമ ലഭിക്കാതിരിക്കരുത് എന്ന് കരുതി അദ്ദേഹം ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാളെ നിയോഗിച്ചിരുന്നു എന്നാണ്. ഞാൻ വരുന്നത് വരെ റസൂൽ തങ്ങളുടെ അടുക്കൽ ഇരിക്കണം, അല്ലാഹു റസൂൽ ഇറങ്ങുന്ന ഖുർആൻ ആയത്തുകളും റസൂൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരണം. നിനക്ക് ഞാൻ പോകുന്ന കച്ചവടത്തിൽ നിനക്കൊരു ഓഹരി തരാം. മനസ്സൊക്കെ കച്ചവടത്തിന് പാർട്ണറാക്കി ഓഹരി കൊടുത്തിട്ട് പ്രതിഫലം കൊടുത്തിട്ട് ഒരാൾ അവിടെ ഇരുത്തുക. അങ്ങനെയാണ് ദീനിനെ, ഇൽമിനെ സലഫുകൾ, സഹാബത്ത് കണ്ടത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. അപ്പോൾ നമ്മളെന്താ പറയാ, അത് ഭാര്യ വരുന്നില്ല ക്ലാസ്സിന്, അത് മതി, ഭാര്യനെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനില്ലല്ലോ, അല്ലേ? അതേപോലെ ക്ലാസ്സിന് മോൻ വരുന്നുണ്ട്, അല്ലെ വാപ്പ വരുന്നുണ്ട്, അല്ലെ? മുമ്പ് ചെറുപ്പത്തില് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകണം, അത് 3-4 കിലോമീറ്റർ നടക്കണം പള്ളിയിലേക്ക്. അപ്പൊ നടന്നു പോകുമ്പോ ഒരു കാക്കന്റെ പാടത്ത് ഇങ്ങനെ വയലിലിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനും ഉപ്പയും കൂടെ പോവാൻ, പള്ളിയിലേക്ക് പോവാൻ. ഉപ്പ ചോദിച്ചു, അല്ല എന്താണ് പള്ളിയിലേക്കൊന്നും വരില്ലേ? മകനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ജുമായക്ക് എന്താ പറയുന്നത്,
മകനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ വന്നു. അപ്പൊ അപ്പാക്ക് ജുമാ വേണ്ട, ഓനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ കുറെ മാറിയെങ്കിലും അറിവ് പഠിക്കുന്ന വിഷയത്തിൽ, അതിലേക്ക് വരുന്ന വിഷയത്തിൽ വളരെ കുറവാണ് ആളുകൾ, അല്ലെ? ആത്മാർത്ഥമായി ചിന്തിക്കാം. ഈ ഇരിക്കുന്നവരിൽ എത്ര പേര് ഖുർആൻ ക്ലാസ്സിൽ പോയി പഠിക്കുന്നുണ്ട്? ഇവിടെ വരണമെന്നില്ല കേട്ടോ, ഈ ഉസ്താദിന്റെ ക്ലാസ്സിൽ വരണം, ഇവിടെ ഈ പള്ളിയിൽ വരണമെന്നില്ല. നിങ്ങൾക്ക് എത്ര പേര് ഖുർആൻ ക്ലാസ്സിൽ ആഴ്ച 1 മണിക്കൂർ അള്ളാന്റെ കലാമ പഠിക്കാൻ ഇരുന്ന് കൊടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്? നിങ്ങൾ നെഞ്ഞിൽ കൈ ചിന്തിച്ചോ. മരിച്ചുകൊണ്ട് നമുക്കൊക്കെ 850 കോടിയോളം സെൻസറിങ്ങില്, ലോക സെൻസറിങ് എത്തിക്കൊണ്ടിരിക്കുക, അല്ലെ? 100 കൊല്ലം മുമ്പ് ജീവിച്ചവരിൽ 10 ലക്ഷത്തിൽ താഴെ ആൾക്കാർ ഇപ്പോഴുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ അവിടെ പോയി. അപ്പൊ ഓരോ 100 വർഷം കൂടി 800 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ്, എന്താണ്, നമ്മൾ എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ഖുതുബക്ക് കയറുന്നതിന് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ ഒരു സഹോദരന് നാവിൽ ക്യാൻസർ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരവസ്ഥയാണ്. നാവിൽ ക്യാൻസറാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ കഴിയാത്ത, വല്ലാത്തൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് പൊട്ടുന്നൊരവസ്ഥ. എവിടെയാണ്, എങ്ങനെയാണ് ക്യാൻസർ വരുന്നത്, ഹാർട്ട് അറ്റാക്ക് ആവുന്നത്, ജലദോഷം പോലെയാണ്. മുമ്പൊക്കെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതോ ക്യാൻസറോ, ഇന്നത് വാർത്തയല്ലാതെ മാറിയിരിക്കുകയാണ്. മരണത്തെ നമ്മുടെ മുന്നിലിട്ട് ഇങ്ങനെ കളിപ്പിക്കുക പടച്ചറപ്പ്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ ഗുണം, എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഭ്രാന്തിൽ നിന്നും വെള്ളപ്പാണ്ടിൽ നിന്നും മാരകമായ മോശമായ അസുഖങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു അല്ലാഹ് എന്ന് 5 നേരവും പ്രാർത്ഥിച്ചോ. എപ്പോഴാണ്, എന്താണ്, ആർക്കാണ് പറയാൻ സാധ്യല്ല. അതിന് മോശപ്പെട്ട ആളാവണമെന്നൊന്നും, ഈ രോഗം വരുന്നവരൊന്നും മോശപ്പെട്ട ആളായിട്ടല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മരണം നമ്മളെ തടുത്തുകൊണ്ടിരിക്കുമ്പോ റബ്ബിന്റെ കലാം, ഉമ്മയും വാപ്പയും സഹോദരനും സഹോദരിയും ഭാര്യയും ഭർത്താവൊക്കെ ഖബറിന്റെ അരികിൽ നിന്ന് അവസാനം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിയുമ്പോ നമ്മുടെ ഖബറിൽ പ്രകാശമായി വരുന്ന നമ്മുടെ അമലുകളാണ്, നാം പഠിച്ചിട്ടുള്ള ഖുർആനാണ്. നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു ഖബറിൽ തന്നെ വാപ്പയെയും ഉമ്മയെയും അടക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ കലാപങ്ങളിൽ 100 കണക്കിനാണ് ഒരാൾ ഖബറിൽ അടക്കിയിട്ടുണ്ടെങ്കിലും, ഉറ്റവരും ഉടയവരും ഒക്കെ ഒരേ പള്ളിക്കാട്ടിലുണ്ടെങ്കിലും, ഓരോരുത്തരും സർദൻ ഒറ്റയ്ക്കായിക്കൊണ്ട് പടച്ചറപ്പിന്റെ ആ ഭാഷയിലേക്ക് ഓടുന്ന സന്ദർഭത്തിൽ കൂരാകൂരിക്കാണ്. അവന്റെ കർമ്മങ്ങൾ മാത്രമേ അവന് പ്രകാശമായിട്ടുള്ളൂ. അവരാരും തിരിഞ്ഞു നോക്കാതെ ഓടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ഒരാള് വരികയാണ്. ആരാണെന്ന് അറിയുമോ? സൂറത്തുൽ മുൽക്ക് 30 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. പതിവായി സൂറത്തുൽ മുൽക്ക് ഓതുന്നവന്റെ വലത് കയ്യിൽ വന്നുകൊണ്ട് ആ സൂറത്തുൽ മുൽക്ക് പിടിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി നമുക്ക് സ്വർഗം കിട്ടുന്നത് വരെ പഠിച്ചവനോട് കെഞ്ചിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഉമ്മയല്ല, വാപ്പയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, പാർട്ണർമാരല്ല, നേതാക്കന്മാരല്ല, ഉറ്റവരോ ഉടയവരോ അല്ല. നമ്മൾ പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ നമുക്ക് വേണ്ടി റബ്ബിനോട് വാദിച്ചു കൊണ്ടിരിക്കും നമുക്ക് സ്വർഗം കിട്ടുന്നവരെ. ആളുകളും അൽബഖറയും നമുക്ക് തണലിട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ മനുഷ്യരിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് സ്വർഗത്തിൽ കിട്ടേണ്ട പദവികൾ അല്ലാഹുവിനോട് ഇടതും വലതുകൊണ്ട് വാദിക്കും. സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആല ഇംറാനും ഓതാറുള്ള ഖുർആനും വീട്ടിൽ രാവിലെ ഇന്ന ഖുർആൻ ഫജ്രികാന മശ്ഹൂദ, പ്രഭാതത്തിൽ നിങ്ങൾ ഓതുന്ന ഖുർആൻ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സാക്ഷിയാണ്. ഇന്ന് രാവിലെ ഖുർആൻ ഓതിയോ? സൂറത്തുൽ കഹ്ഫ് എത്ര പേര് ഓതി കഴിച്ചു, അല്ലെങ്കിൽ അത് ഓതി തുടങ്ങി, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു പേജെങ്കിലും വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ലോക അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. ഈജിപ്തിലെ പിരമിഡുകളോ ഫ്രാൻസിലെ ടവറോ അല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ
ഖുർആനാണ് ലോകത്തെ അത്ഭുതം. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ലാതെ മനുഷ്യ ബുദ്ധിയോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതമായി എന്നും നിത്യനൂതനമായി നിൽക്കുന്ന ഖുർആൻ, അതാണ് ലോകാത്ഭുതം, റബ്ബിന്റെ കലാം. അതെന്നെടുത്ത് എന്നോട് വെക്കാൻ, ഒന്ന് വായിക്കാൻ, ആ ഖുർആനും ആയത്തുകളൊന്നും ഓതാൻ, റബ്ബിന്റെ മുമ്പിലൊന്ന് ഖുർആനുമായി ഇരിക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മൾ തിരക്കിലല്ലേ? നമ്മൾ ഭയങ്കര തിരക്കിലുള്ള ആൾക്കാരെ പോയി പറഞ്ഞു 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന 800 കോടി ആൾക്കാരെ പോയി കാണാനില്ല അല്ലേ? ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കൂടെ നടക്കുന്നവർ പലരെയും കാണൂല. ഇന്നലെ ഒരാളെ കാണാണ്ടായി, എവിടെ പോയി? ഒക്കെ ഖബറിൽ മണ്ണിനടിയിൽ പോയി, നമ്മളെയും കാണാതാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനിൽ മുഖം തിരിക്കാൻ പാടില്ല, ദീനുമായി എടുക്കണം. മുഖം തിരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. പല രൂപങ്ങളുണ്ട് ദീനിൽ നിന്ന് മുഖം തിരിക്കുന്നതിന്. ഒന്നാമത് നോക്കൂ, ആ സ്ഥലത്തേക്ക് തന്നെ പോകാതിരിക്കുക. അതാണ് വല്ല ഖുർആൻ ക്ലാസോ പഠനമോ വിജ്ഞാനമോ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകുന്നല്ല അല്ലെ? വെള്ളിയാഴ്ച പോലും ചില ആൾക്കാര് എപ്പോഴാ മൂപ്പരെ പ്രസംഗം എന്നാ പിന്നെ ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ആണ് പള്ളിക്ക് ആൾക്കാർ പോകുന്നില്ല, ഒരു ഉത്ബോധനം കേൾക്കില്ല. അതുപോലെ തന്നെ വേറൊരാൾക്കാരെ കാണാൻ കഴിയും, ഹൃദയപരമായ മുഖം തിരിക്കല്, ഹൃദയം കൊണ്ട് മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ വിക്രിനെയും ഖുർആനെയും അതുപോലെ ആ സദസ്സുകളൊക്കെ മനസ്സുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അത് മനസ്സിനോട് തിരിച്ചു കളയാം. മനസ്സിലെ അതില്ലാത്ത ആളുകൾ അതൊരു മുഖം തിരിക്കല. അടുത്തതായിട്ട് കാണാൻ കഴിയും പ്രവർത്തനം കൊണ്ട് മുഖം തിരിയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദീനെ ഉണ്ടാവൂല, ജീവിതത്തിൽ ഖുർആനെ ഉണ്ടാവൂല. ഖുർആൻ ഓതലില്ല, ഖുർആൻ കേൾക്കില്ല. അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഏത് കാര്യത്തിലും ദീനിനെ ഖുർആനെ പരിഗണിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ദീനിൽ നിന്ന് മുഖം തിരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ദഅവത്തിൽ നിന്ന് പിന്മാറുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദീനിന്റെ ദഅവത്ത്, ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതൊന്നും ഇപ്പൊ നമുക്കുള്ള പണിയല്ല, അതൊക്കെ ഉസ്താദുമാർ ചെയ്തോളും. ദീന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവം, ഒരു ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുകയും, നിങ്ങൾക്കറിയുമ്പോ നമ്മുടെ ഈ പള്ളിയിൽ വന്ന് ഖുതുബ കേൾക്കുന്ന പലരും അവരുടെ നാടുകളിൽ പോയി പള്ളിക്ക് സ്ഥലം വാങ്ങി ഖുർആൻ ക്ലാസ് ആരംഭിച്ച് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് പല സ്ഥലങ്ങളിലും കുഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഈ ഖുതുബ കേട്ട് അത് മനസ്സിലാക്കി അവിടെ പോയി ഇപ്പോ ഒരു പ്രദേശത്ത് അവിടെ അൽഹംദുലില്ലാഹ് പള്ളിക്കൊക്കെ സ്ഥലം വാങ്ങി ഖുർആൻ ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പൊ അവരെ മരുന്ന് പുറത്താക്കുകയും ചെയ്തു. അള്ളാഹനെ മാത്രം ആരാധിക്കണം, റസൂലുള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ പുറത്താക്കും. അപ്പോ അതാണ് പറഞ്ഞത്, കേട്ടാ പോരാ, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം, ദഅവത്ത് ചെയ്യണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റ് ഏതെങ്കിലും പ്രവാചകന്മാർ ഇവിടേക്ക് വരില്ല. ഈ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മള്. അതുകൊണ്ട് ഖുർആൻ കേൾക്കുമ്പോ, ക്ലാസുകൾ കേൾക്കുമ്പോ, ഖുതുബ കേൾക്കുമ്പോ അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. മാറ്റമുണ്ടാവണം. നമ്മൾ മാത്രം മാറിയിട്ട് സ്വർഗത്തിലെത്താമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ ജീവിക്കുന്ന, നമ്മളുമായി ഇടപെടുന്ന ആളുകളെ കുറിച്ച് നമ്മളോട് അല്ലാഹു ചോദ്യം ചെയ്യും. അവർക്ക് ദീന് കിട്ടാത്തതിന്റെ കാര്യം അല്ലാഹു അന്വേഷിക്കും. അതിന് മറുപടി പറയാതെ സ്വർഗത്തിലെത്താൻ ആരും വിചാരിക്കണ്ട. അപ്പോ ദഅവത്ത് ചെയ്യാതിരിക്കൽ ദീനിന്ന് ഓടി ഒളിക്കലാണ്, ഒഴിഞ്ഞു പോകലാണ്. അതേപോലെ തന്നെ വികാരപരമായി മെന്റലിയായിട്ട് ഇസ്ലാമിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ദീനോട് സ്നേഹമില്ലാത്ത ആളുകൾ, ദീനിനെ ആരെങ്കിലും കുറ്റം പറയുകയോ ദീനിനെ അവഗണിക്കുകയോ ദീനിനെ മോശമാക്കുകയോ ചെയ്ത മനസ്സിൽ ഒരു വികാരം ഉണ്ടാവില്ല. ഫലസ്തീനിൽ ആയിരക്കണക്കിന് പെടഞ്ഞു മിരിക്കുന്നുണ്ടാകും, മനസ്സിനൊരു അടക്കം ഉണ്ടാവില്ല. മുസ്ലിമിന് അവിടെ എന്തെങ്കിലും ആപത്ത് പറ്റി, മുസ്ലിം സമൂഹത്തിൽ എങ്ങനെയായി എന്ന് പറയാൻ ഒരു വികാരമില്ലാത്ത ആളുകൾ, ദുനിയാവിന്റെ പുഴുക്കളായി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അത്തരം ആളുകൾ ദീനിൽ നിന്ന് മുഖം തിരിയുന്നവരാണ്. നോക്കൂ, ഇതെല്ലാം അള്ളാഹുന്റെ ദീനിൽ നിന്ന് മുഖം തിരിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇസ്ലാമിനോടും മുസ്ലിമിനോടും എല്ലാത്തോടും നമുക്കൊരു സ്നേഹമുണ്ടാകണം. ഖുർആനിനോട് പ്രത്യേക സ്നേഹമുണ്ടാവണം. അള്ളാഹ് പറയുന്നു, അവർ ദീനിൽ നിന്ന് സ്വയം വഴിതെറ്റിപ്പോയപ്പോ അവരുടെ മനസ്സിനെയും അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിനെ ദീനിൽ തെറ്റിച്ചു കളയുമെന്നാൽ
അത്തരം ആളുകളെ തോന്നിയവാസികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അധർമ്മകാരികൾക്ക് അല്ലാഹു ഒരിക്കലും നേർമാർഗം കാണിച്ചു കൊടുക്കില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാൻ അള്ളാഹു ആരുമായിട്ട് അടുക്കുക എന്ന് ഒരു പ്രസിദ്ധമായ ഹദീസ് അല്ലാഹു പറയുന്നു. റസൂൽ പറയുന്നു, അള്ളാഹു പറഞ്ഞു എന്ന് യഖൂലുല്ലാഹു തആല എന്ന് റസൂൽ പറയുകയാണ്, അന ഇൻദ ദന്നി അബ്ദി, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാനും അവനുമായുള്ള ബന്ധം. അവൻ എന്നെ ഓർത്താൽ ഞാൻ അപ്പോൾ അവന്റെ കൂടെ ഉണ്ടാവും. അവൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് എന്നെ കുറിച്ച് ഓർത്തതെങ്കിൽ ഞാനും അവനെ ഏകനായിട്ട് ഓർക്കുന്നവനാണ്. അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് എന്നെ കുറിച്ച് പറയുകയും ഓർക്കുകയും ചെയ്താൽ ഏറ്റവും ഉത്തമമായ മലക്കുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അവനെ കുറിച്ച് ഞാൻ പറയും, അവനെ കുറിച്ച് ഞാൻ ഓർക്കും. എന്റെ അടിമ ഞാനുമായിട്ട് ഒരു ചാൻ അടുക്കുകയാണെങ്കിൽ ഞാൻ അവനുമായിട്ട് ഒരു കുഴമെന്ന് അടുത്തു പോകും. അതുപോലെ തന്നെ അവൻ ഞാനുമായിട്ടൊരു കുഴമെടുക്കുകയാണെങ്കിൽ ഞാൻ അവനുമായിട്ട് ഒരു കൈയകലം ഒരു പാര അടുത്തു പോകും. എന്റെ അടിമ എന്റെ അടുക്കലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. എന്താ ഈ പറഞ്ഞതിനർത്ഥം? അത് തീർന്നിട്ടില്ല, ഇനി കുറച്ച് ഭാഗമായിട്ടുണ്ട്. നോക്കൂ, എന്നതിനർത്ഥം നമ്മൾ അല്ലാഹുമായിട്ട് അല്പമൊന്നടുത്താൽ ഒരുപാട് അടുക്കുന്നവനാണ് അല്ലാഹു. അത്രയും സ്നേഹമാണ്, കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നാം അല്ലാഹുമായിട്ട് അടുക്കുക. പടച്ചവനോട്, നിങ്ങളുടെ മാപ്പയോട്, ഭാര്യയോട്, കൂട്ടുകാരനോട് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സംഗതിയും അല്ലാഹുവിനോട് വർത്താനം പറയുക. കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? കഴിഞ്ഞിട്ടുണ്ടോ? കഴിയണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ നമ്മുടെ കൂട്ടുകാരനോട് പറയുന്നത് ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഏറ്റവും വലിയ മിത്രം അത് അള്ളയാണ്. അള്ളാഹിനോട് ഇങ്ങനെ പറയുക. ഓരോ കാര്യം അള്ളാഹ് അറിയാഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അതിന് വേഗം ഉത്തരം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക, അള്ളാഹുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഏറ്റവും നല്ല സംസാരമാണ് നമസ്കാരം. നമസ്കാരം മുഅ്മിനീങ്ങൾ അല്ലാഹുവുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതിന്റെ അർത്ഥമറിഞ്ഞാൽ പടച്ചവനുമായിട്ടുള്ള സംഭാഷണമാണത്. ആത്മാർത്ഥമായ അർത്ഥം അറിഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹ് അതിനൊക്കെ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ നമസ്കാരത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിയുന്ന ആളുകളുമായി ബന്ധമുണ്ടാവാൻ പാടില്ല. ദീനിനെ സ്നേഹിക്കാത്തവരുമായി, ദീനുമായി അകന്നവരുമായി നമുക്ക് ബന്ധമുണ്ടാവാൻ പാടില്ല. അല്ലാഹ് പറയുന്നുണ്ടല്ലോ നബിയോട്, വസ്ബിർ നഫ്സക, ക്ഷമയോടെ നീ നിലകൊള്ളുക. മഅല്ലദീന യദൂന റബ്ബഹും, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ നിലകൊള്ളുക. ബിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും സർവ്വസമയവും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുമായി നിനക്ക് ബന്ധമുണ്ടാകണം. യുരീദൂന വജ്ഹു, അവർ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുണ്ടാകേണ്ടത്. ولا تعد عيناك عنهم تريد زينة الحياة الدنيا, ദുനിയാവിന്റെ പളപളപ്പും ദുനിയാവിന്റെ സുഖങ്ങളും മാത്രം കരുതിക്കൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ദുനിയാവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ല. അങ്ങനെയുള്ള ആളുകളുമായി നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ പാടില്ല, ആത്മാർത്ഥമായ കൂട്ടുകെട്ടുണ്ടാകാൻ പാടില്ല. അവർ നിന്നെയും ആ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. അവരെ കണ്ടുകൊണ്ട് നിന്റെ മനസ്സ് അശ്രദ്ധമായി പോകാൻ പാടില്ല. നമ്മുടെ ദിക്റിൽ നിന്ന് അക്കൂട്ടരാകട്ടെ സ്വന്തം ഇഷ്ടത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ എല്ലാ
എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടമനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. അത്തരം ആളുകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ എടുക്കുക. അള്ളാഹു നമ്മളുമായി അടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർള വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥമായി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി പരിപൂർണ്ണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകണേ എന്ന് ശ്രദ്ധത്തോടൊപ്പം വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഉപമകളെ കുറിച്ചാണ് പറഞ്ഞത്. ഖുർആനുമായി ദീനുമായി നമുക്ക് ബന്ധം ഉണ്ടാവണം. അത് മുഖത്തിരിക്കുന്ന ആളുകളാവരുത്. അല്ലാഹു പറയുന്നത് എന്റെ ഈ ദിക്റിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്ന് മുഖം തിരിഞ്ഞു പോകുന്ന ആള്, അവഗണിക്കുന്നവർ, അവരുടെ ജീവിതം ഞാൻ വളരെ ഞെരുക്കമുള്ളതാക്കി മാറ്റും. എല്ലാ അർത്ഥത്തിലും ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ ഞെരുക്കങ്ങളൊക്കെ കാരണം അവർ ഖുർആനിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതാണ്. ഖുർആനിലേക്ക് തിരിച്ചു വന്നാൽ, സുന്നത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. ലോക മുസ്ലിങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആൻ സുന്നത്തിനെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അള്ളാഹു ജീവിതം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള കാരണങ്ങൾ നമ്മുടെ വെറും പറച്ചില് മാത്രം. നമ്മൾ അതിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മൾ ഇതിനേക്കാളും എണ്ണം കുറവുള്ളപ്പോ ഇതിനേക്കാൾ കഴിവ് കുറച്ചാലും നമുക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. പരലോകത്ത് കണ്ണു കാണാത്ത കുരുടന്മാരായിക്കൊണ്ടായിരിക്കും ഖുർആനെ അവഗണിച്ച ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ അവർ പറയും, റബ്ബിലി മഹശർതനി അഅമാ, അല്ലാഹ് ഞങ്ങൾ ദുനിയാവിൽ കണ്ണു കാണുന്ന ആൾക്കാരായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ണു കാണാത്തവരായിട്ട്? വഖദ് കുൻതു ബസ്വീറ, ഞങ്ങൾ കണ്ണു കാണുന്നവരായിരുന്നല്ലോ, എന്തേ കണ്ണു കാണാതെ ഞങ്ങൾ ഇവിടെ കൂട്ടിയതെന്ന് പറയുമ്പോൾ അല്ലാഹ് പറയും, ഖാല കദാലിക അതതക ആയാതുനാ ഫനസീതഹാ, അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ ഖുർആൻ ഓതി തന്നപ്പോ നിങ്ങളെല്ലാം മറന്നു ജീവിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെയും മറന്നു കളയുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞ് അവഗണിക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനുമായി അടിക്കാനും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അതുമായി നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفع قلوبنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله وصحبه والحمد لله رب العالمين.